ഒന്ന് ശമൂവേൽ അധ്യായം 1. എഫ്രയീം മലനാട്ടിലെ രാമാഥയീം സോഫീമിൽ എൽക്കാന എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ എലീഹുവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകൻ ആയിരുന്നു. എലീഹു എഫ്രയീമ്യനായ സൂഫിൻ്റെ മകനായ തോഹൂവിൻ്റെ മകനായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനീന എന്നും പേർ. പെനീനയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തൻ്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോക പതിവായിരുന്നു. ഏലിയുടെ 2 പുത്രന്മാരായി യഹോവയ്ക്ക് പുരോഹിതന്മാരായിരുന്ന ഹൊഫ്നിയും ഫീനെഹാസും അവിടെ ഉണ്ടായിരുന്നു. എൽക്കാന യാഗം കഴിക്കുമ്പോഴൊക്കെയും തൻ്റെ ഭാര്യയായ പെനീനയ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുക്കും. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിനു കരയുന്നു? എന്തിനു പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നതെന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അവർ ശീലോവിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ ആസനത്തിലിരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തൻ്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങിയെന്ന് പറഞ്ഞു. അവന് ശമൂവേൽ എന്ന് പേരിട്ടു. പിന്നെ എൽക്കാന എന്ന പുരുഷനും അവൻ്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാഗവും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിൻ്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാം എന്ന് പറഞ്ഞു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ, അവൻ്റെ മുലകുടി മാറും വരെ താമസിക്കുക. യഹോവ തൻ്റെ വചനം നിവർത്തിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീട്ടിൽ താമസിച്ചു മുലകുടി മാറും വരെ മകന് മുല കൊടുത്തു. അവന് മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും 1 പറ മാവും 1 തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. ബാലനോ ചെറുപ്പമായിരുന്നു. അവർ കാളയെ അറുത്തിട്ട് ബാലനെ ഏലിയുടെ അടുക്കൽ കൊണ്ടുചെന്നു.
അവൾ അവനോട് പറഞ്ഞത്, യജമാനനെ, യജമാനനാണ്, യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. ഒന്ന് ശമൂവേൽ അധ്യായം 2. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു. നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെപ്പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ. നമ്മുടെ ദൈവത്തെപ്പോലെ ഒരു പാറയുമില്ല. ഡംഭിച്ച് ഇനി സംസാരിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു, സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കയില്ല. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു, അവൻ ആകാശത്തുനിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഭൂസീമാവാസികളെ വിധിക്കുന്നു, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തൻ്റെ അഭിഷിക്തൻ്റെ കൊമ്പുയർത്തുന്നു. പിന്നെ എൽക്കാന രാമയിൽ തൻ്റെ വീട്ടിലേക്ക് പോയി. ബാലൻ പുരോഹിതനായ ഏലിയുടെ മുൻപിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന് കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും. മുപ്പല്ലിയിൽ പിടിച്ചതൊക്കെയും പുരോഹിതൻ എടുത്തുകൊള്ളും. ഷീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേല്യരോടും അവർ അങ്ങനെ ചെയ്യും. മേധസ് ദഹിപ്പിക്കും മുൻപേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട്, പുരോഹിതന് വറുപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ചു കഴിയട്ടെ, അതിൻ്റെ ശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്നവനോട് പറഞ്ഞാൽ, അവൻ അവനോട്, അല്ല, ഇപ്പോൾ തന്നെ തരണം, അല്ലെങ്കിൽ ഞാൻ ബലാൽക്കാരേണ എടുക്കും എന്ന് പറയും. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവൻ്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തൻ്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്നു കൊടുക്കും. എന്നാൽ ഏലി എൽക്കാനയെയും അവൻ്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിനക്ക് സന്തതിയെ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. യഹോവ ഹന്നയെ കടാക്ഷിച്ചു. അവൾ ഗർഭം ധരിച്ചു 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഏലി വൃദ്ധനായാറെ അവൻ്റെ പുത്രന്മാർ എല്ലാ ഇസ്രായേലിനോടും ചെയ്യുന്നതൊക്കെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ സേവ ചെയ്യുന്ന സ്ത്രീകളോടുകൂടെ ശയിക്കുന്നതും അവൻ കേട്ടു. അവൻ അവരോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നതെന്ത്?
നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. അങ്ങനെ അരുത്. എൻ്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെക്കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവനു വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. മനുഷ്യൻ യഹോവയോട് പാപം ചെയ്താലോ അവനു വേണ്ടി ആർ അപേക്ഷിക്കുമെന്ന് പറഞ്ഞു. എങ്കിലും അവരെ കൊല്ലുവാൻ യഹോവ നിശ്ചയിച്ചതുകൊണ്ട് അവർ അപ്പൻ്റെ വാക്ക് കൂട്ടാക്കിയില്ല. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളർന്നു. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്നു അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം. എൻ്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എൻ്റെ സന്നിധിയിൽ ഏഫോദ് ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിൻ്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിനു കൊടുത്തു. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴിപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നതെന്ത്? ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകെയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിൻ്റെ ഭുജവും തകർത്തു കളയുന്ന നാളുകൾ ഇതാ വരുന്നു. ഇസ്രായേലിന് ലഭിപ്പാനുള്ള എല്ലാ നന്മകളുടെയും മധ്യേ നീ തിരുനിവാസത്തിൽ ഒരു പ്രതിയോഗിയെ കാണും. നിന്റെ ഭവനത്തിൽ ഒരു നാളും ഒരു വൃദ്ധനുണ്ടാകുകയുമില്ല. നിന്റെ കണ്ണ് ക്ഷയിപ്പിപ്പാനും നിന്റെ ഹൃദയം വ്യസനിപ്പിപ്പാനും ഞാൻ നിന്റെ ഭവനത്തിൽ ഒരുത്തനെ എൻ്റെ യാഗപീഠത്തിൽ നിന്ന് ഛേദിച്ചു കളയാതെ വെച്ചേക്കും. നിന്റെ ഭവനത്തിലെ സന്താനമൊക്കെയും പുരുഷപ്രായത്തിൽ മരിക്കും. നിന്റെ 2 പുത്രന്മാരായ ഹൊഫ്നിക്കും ഫീനെഹാസിനും ഭവിപ്പാനിരിക്കുന്നത് നിനക്ക് ഒരടയാളമാകും. അവർ ഇരുവരും ഒരു ദിവസത്തിൽ തന്നെ മരിക്കും. എന്നാൽ എൻ്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം പണിയും. അവൻ എൻ്റെ അഭിഷിക്തൻ്റെ മുൻപാകെ നിത്യം പരിചരിക്കും. നിന്റെ ഭവനത്തിൽ ശേഷിച്ചിരിക്കുന്നവനെല്ലാം അവൻ്റെ അടുക്കൽ വന്നൊരു വെള്ളിക്കാശിനും ഒരപ്പത്തിനുമായിട്ട് അവനെ കുമ്പിട്ടു ഒരു കഷണം അപ്പം തിന്മാൻ ഇടവരേണ്ടതിന് എന്നെ ഒരു പുരോഹിതൻ്റെ വേലയ്ക്കാക്കണമേ എന്ന് അപേക്ഷിക്കും. ഒന്ന് ശമൂവേൽ അധ്യായം 3. ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെയില്ലായിരുന്നു. ആ കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാൺമാൻ വഹിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിനു മുൻപേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്നവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ, എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്നവൻ പറഞ്ഞു. അവൻ പോയി കിടന്നു. യഹോവ പിന്നെയും ശമൂവേലേ എന്ന് വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റു ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയനിതാ, എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല മകനെ, പോയി കിടന്നുകൊള്ളുക എന്നവൻ പറഞ്ഞു. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റു ഏലിയുടെ അടുക്കൽ ചെന്നു. അടിയനിതാ, എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചത് എന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ
യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളേണമെന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്നു. മുൻപിലത്തെ പോലെ ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും. അത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെക്കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവൻ്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ ഭവനത്തിൻ്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തിരിക്കുന്നു. പിന്നെ ശമൂവേൽ രാവിലെ വരെ കിടന്നുറങ്ങി. രാവിലെ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകളെ തുറന്നു. എന്നാൽ ഈ ദർശനം ഏലിയെ അറിയിപ്പാൻ ശമൂവേൽ ശങ്കിച്ചു. ഏലി ശമൂവേലിനെ വിളിച്ചു. ശമൂവേലേ, മകനെ എന്ന് പറഞ്ഞു. അടിയനിതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിനക്കുണ്ടായ അരുളപ്പാടെന്ത്? എന്നെ ഒന്നും മറയ്ക്കരുതേ. നിന്നോട് അരുളി ചെയ്ത സകലത്തിലും ഒരു വാക്കെങ്കിലും മറച്ചാൽ ദൈവം നിന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു. ഒന്നും മറച്ചില്ല. എന്നാറെ അവൻ, യഹോവയല്ലോ തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ശമൂവേൽ വളർന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി.